ഹലോ, അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോ, ഞങ്ങൾ ഒരു യാത്രയാണ്. എങ്ങോട്ടാണ് മാളു നമ്മൾ പോകുന്നത്? പാലക്കാട് വഴി ഞങ്ങൾ കോഴിക്കോട് പോവാണ്. 2-3 ദിവസം ഒരു യാത്ര, ചുമ്മാ ഒരു നാട്ടിലൂടെ പാലക്കാടിൻ്റെ ഗ്രാമഭംഗി ആസ്വദിക്കാനും അതുപോലെ കോഴിക്കോട് പറ്റുവാണെങ്കിൽ നന്ദുവിൻ്റെ അഞ്ഞൂനെ ഒന്ന് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങണം. അപ്പച്ചനും അമ്മച്ചി അജയനും ഞാനും മക്കളും. ആശിച്ചി വരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുരിച്ചിറയിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റുള്ളേ കുരിച്ചിറ ഗ്രീൻ ലീഫിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. നല്ല ഫുഡാട്ടോ അവിടെ, ഒത്തിരി റേറ്റൊന്നുമില്ല, നല്ലൊരു ഫുഡാണ്. പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ബാക്കി ഇതെല്ലാം കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മസാല ദോശയാണ് കിട്ടിയുള്ളൂ. മമ്മൂട്ടി, അഞ്ജലി, കാറ്, ബസ്, എനിക്ക് ഹെൽപ്പ് കിട്ടിയില്ലല്ലോ. മഹാത്മാഗാന്ധി, പിന്നെ ഞാൻ മറക്കും എപ്പോഴും. എന്റെ കിളി മറന്നു ഓർമ്മയില്ല, ഇപ്പഴേ ഇല്ല. എനിക്ക് ഓർമ്മ കിടക്കുന്നത് മഹാത്മാഗാന്ധി, പിന്നെ മമ്മൂട്ടി, പിന്നെ ആരാ പൂന്തിങ്ങൾ. റൗണ്ടിൽ പറയണ എന്താ പറഞ്ഞേ? അമ്മച്ചി പറഞ്ഞത് അഞ്ജലി. അമ്മച്ചി പറഞ്ഞ എന്താ? ബസ്. അതെ, അഞ്ജലി എന്ന് പറഞ്ഞ അപ്പച്ചൻ അഞ്ജലി എന്ന് പറഞ്ഞു. അമ്മച്ചി അഞ്ജലി എന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഇതില് അമ്മച്ചി അഞ്ജലി പറഞ്ഞു. സെക്കൻഡ് എന്താ പറഞ്ഞ അമ്മച്ചി? ഞാൻ തുടങ്ങട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഔട്ടാവില്ല. എനിക്ക് ലൈഫ് വരും, ലൈഫ് എല്ലാ കളിക്കും ആദ്യം ഔട്ടാണോ ഞാനാ? എന്താ പതുക്കെ തുറക്കാത്ത? ഇനി അജി, ഇത് ക്രിമിനൽ അജി. എന്നാ പറയേ, അത് നാളെ പറയാം. ചവിട്ടിക്കാണും. ഞാൻ അമ്മച്ചി പറയാന്നാ എല്ലാം പോയി. രണ്ടെണ്ണം പോയിട്ടുള്ള ആകട്ടെ. നാളെ ഞാൻ പറയാം. മല നോക്കിയാ പശ്ചിമഘട്ടം. പണ്ട് കാലത്ത് നമ്മള് പോയിരുന്നത് മറ്റേ അല്ല, അത് അവിടെ അങ്ങനെ പോവാ. മാപ്പ് നോക്കിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, തൃശ്ശൂർ വരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തൃശ്ശൂർ വരാനുള്ളതാണ്. കരയിലെ മോഹവും കടലിലെ ഓളവും രസം പാടം പാടം കേട്ടോ. അന്ന പടങ്ങളുണ്ടാവല്ലോ. ക്ലാസ് ഒന്നും കളിച്ചിട്ടാ ഞാൻ കുറച്ച് കൈ എടുത്തിട്ടില്ലേ? കൈ എടുത്തിട്ടില്ലേ? അറിയാ, മഴ പെയ്താറുണ്ടേ നമുക്ക് ചൂടില്ല. വയലും വയലാലുകളും വയൽ തോട്ടങ്ങളും കടന്ന് ഞങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവാസുരം നാടൻ കള്ള് ഷാപ്പ് നോക്കിയാണ് ഞങ്ങൾ പോകുന്നത്. ഈ മുമ്പിലുള്ള ഈ എല്ല് ചുരണ്ടി കളയണം. അത് എപ്പോഴും എല്ലാ വീഡിയോയിലുണ്ട്. ഈ ഗ്ലാസ്സിലെ ഒട്ടിച്ച എല്ലില്ലേ, എല്ലൊട്ടിച്ചത് അത് കളയാൻ പറ്റുന്നത്. എങ്ങനെ കളയത്? ഐസ് വെച്ചാൽ മതി. ഐസ് ഐസില്ല, ഐസ് ക്യൂബ് വെച്ചിട്ട് ഉറച്ചാൽ മതി, പെട്ടെന്ന് പോകും. എല്ലാ വീഡിയോയിലും ഗ്ലാസ് ചെയ്യാം. സെറ്റിലൊക്കെ
നെല്ലിന്റെ ആ തെങ്ങിന്റെ ഒക്കെ ഓലപ്പട്ടയുടെ കൂടെ ഇങ്ങനെ ഇളം കാറ്റ് വരും. ഈ ഇളം കാറ്റ് അങ്ങോട്ട് വന്ന് നമ്മുടെ ശരീരത്തെ അങ്ങോട്ട് കോമയിൽ പൊള്ളിക്കും. അതിന്റെ ഒരു സുഖമുണ്ടല്ലോ. ഓരോ ഇവരിപ്പോ കൃഷി ഇടുന്ന സ്ഥലമല്ലേ ഇപ്പൊ അവിടെ ഞങ്ങളവിടെ നെല്ലുകളും അതിരിട്ട് പൂക്കുന്ന പൂക്കാലവും വളർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി. അതിന് മുകളിൽ പൊളിച്ചൂല ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കട്ടാ ഈ ഫോൺ അതിന്റെ ഫോട്ടോ എത്ര 1200 1200 പൗണ്ട്. ചെളിയിലേക്ക് പോയതല്ല മാപ്പിള് പ്രത്യേകിച്ച് ശരിയാവില്ല. അത് കുഴപ്പമൊന്നുമില്ല. അവിടെ ഇവിടെ വലിയ ഒന്നുമില്ല. ഉണ്ടൊന്നുമില്ല അവിടെ ഇറങ്ങിക്കൂടെ. അങ്ങനെ പേടിക്കണം. പിന്നെ 2 കുറച്ചുകൂടി കയറിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് കൈ ഇങ്ങനെ പൊഞ്ച് നിൽക്കാം. പാടം എടുക്കാൻ ഫോട്ടോ എടുക്കാം. നല്ല അടിപൊളി ഫോട്ടോ കിട്ടാനോ. ശരിക്കും ഇവിടെ കിടക്കണതാ സുഖം. കൊണ്ടുവരായിരുന്നു. അതിന് വണ്ടിയുടെ സ്ഥലം ഞാൻ നോക്കിയിട്ട് അവൻ മെയിൻ അതുപോലത്തെ അല്ലേ തൊട് അവിടെ മാത്രമേ ചൊറിയണ സാധനം ഉണ്ടാവൂട്ടാ. ഇല്ല മാളു തൊട്ടോ തൊട്ടോ അല്ലാണ്ട് തൊട്ടിട്ടേ തൊട് ആ ഇലയില് തൊട് നല്ലത്. പോയില്ലേ ഞാറുകാര് പോയില്ലേ? പിണങ്ങിട്ട് ഒന്നുകൂടെ തൊടുമാള്. അല്ല അവര് ഞാറ് നടണതേ സിമീര. അപ്പൊ നമുക്ക് കുറച്ച് പോയി നിക്കണതേ ഒരു വീഡിയോ എടുക്കാറ് നമ്മള്. താഴ്ച അറിയില്ല. താഴ്ച അറിയാത്ത കുളിക്കണ്ട. തോട് 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 കൊച്ചി കൊച്ചി മല മല മല. ബസ്സുകൾക്ക് പോകാൻ പാടില്ലെന്ന്. ഇവിടെ ഒന്നും ബസ്സിലെ പോലെ പാസഞ്ചർ വെഹിക്കിൾസ്. ജീവിതത്തിൽ പറയില്ല. മാളൊരു ബീട്രൂട്ട് കിട്ടിയ പോലെ മാങ്ങ പഠിക്കാന്നുണ്ടല്ലേ. എവിടെയും കൊണ്ട് ഇടാൻ ഞാൻ നീ പോണത് ആയിട്ടില്ല. സമയം വൈകല്ലേ.
ഓറഞ്ച് ബാബു എത്ര പട്ടികളാ? അല്ല ആടാ. നോക്കുമ്പോ പട്ടി പോലെ ഇരിക്കും, നോക്കുമ്പോ ആടാണ്. ഇല്ല ഇല്ല ഇല്ല. പോർക്ക് സ്റ്റോൾ. നെസ്കോടെ അട്ടുമ്മ ഇതാണ് ചിങ്ങാഞ്ചിറ. ഇതാണ് ചായക്കട, ചന്ദ്രേട്ടന്റെ ചായക്കട കണ്ടില്ലേ അവിടെ. ആശ്രയം മോർച്ചാട് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, സീതാർകുണ്ട് വെള്ളച്ചാട്ടം നേരെ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഫുഡ് സ്റ്റാൻഡിംഗ്. തെന്മലയോരം ഗേറ്റ് തുറന്നേ. ഇതൊക്കെ അടച്ചിട്ട് കാലത്ത് കച്ചവടം ഇങ്ങനെ ഉണ്ടാവണവർക്ക് ഇതല്ലേ നമ്മുടെ വീട്. തെന്മലയോരം. നല്ലത് കാല് വെച്ച് അതാ അപ്പൊ ചെക്ക് ഇൻ ചെയ്തിട്ട് വരട്ടെ. അത് നല്ല രസമല്ലേ നോക്കി മാത്തുക്കുട്ട ആ വ്യൂ. അപ്പൊ അവിടെ ചെക്ക് ഇൻ ചെയ്ത് ആ വൈറ്റ് കളറിൽ കാണുന്നൊക്കെ ഉണ്ടല്ലോ, മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. ഓക്കെ, മാളും പോയോ കടൂടെ? നാളുകൂടി ഇതാണ് നമ്മുടെ തെന്മലയോരം ഹോം സ്റ്റേ. മുകളിലുണ്ട് താഴെയുണ്ട്. മുകളില് 2 ബെഡ്റൂമിന് 4500 അല്ലേ? അല്ല, ആ. ഇവിടെ താഴെ 6 ഒരെണ്ണത്തിന് ബെഡ്റൂമിന് അമ്മ 2500. ഒരു 6 ബെഡ്റൂമിന്റെ ഒരു ബെഡ്റൂമിന് റേഞ്ച് ഒരു ബാത്റൂം ഉണ്ട്. റേഞ്ച് മറ്റേ ബെഡ്റൂമിന് 5 ബെഡ്സിന്റെ റേഞ്ച് 2 ബാത്റൂംസ് ഉണ്ട്. നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്. കണ്ടാ അയ്യ നല്ല മലകള്. ആ എന്ത് രസാ നോക്കി. ഏതാ അമ്മച്ചിക്ക് ഇഷ്ടായേ? തെന്മലയോരം. അയ്യപ്പന്റെ കട അതിന്റെ ചാണകം. ചണം കാണുന്ന നാച്ചുറൽ ആയില്ലേ? ഞങ്ങള് അയ്യപ്പന്റെ കടാപ്പി പോണാണ്. ഇതിപ്പോ ഓഫ് റോഡ് പോലെ ആയിട്ടാ. അയ്യപ്പന്റെ കടയോടെയാണ്, കാണുന്നില്ലല്ലോ. ഗൂഗിൾ മാപ്പ് കാട്ടിലേക്ക് എപ്പോഴും കൊണ്ടുപോകാറ്. ഇതേ പോണു. അയ്യപ്പന്റെ കടയായിരിക്കല്ലേ കാട. അല്ല അമ്മ, അയ്യപ്പന്റെ ഷഷ്ടിപൂർത്തി. മാവും കൃഷി ആയിട്ടുണ്ട്. മാവ് കൃഷി. ഉള്ളിലേക്കാണ് നമ്മളെ മാവിന്റെ ഫാമാണ് കാണുന്നത്. പല വെറൈറ്റീസ് മാവുകൾ കാണുന്നുണ്ട്. അതൊരു പട്ടിക്കുട്ട ഉണ്ണിയപ്പന്റെ ഷഷ്ടിപൂർത്തി. ഇവിടുന്നാണ് പാലം.
അതാ പാട്. ഇതല്ലേ പാലം? ഞങ്ങൾ വരുന്ന വഴിക്ക് പാൽക്കാരനെ കണ്ടപ്പോൾ വണ്ടി നിർത്തി പാല് മേടിക്കാൻ ഇറങ്ങി കണ്ണാചേട്ടൻ. പോയിട്ടില്ല, കേട്ടിട്ടുണ്ട്. അത് വെള്ളച്ചാട്ടല്ലേ? പാൽക്കാരൻ ചേട്ടൻ എന്താ പോണു? പാൽക്കാരൻ ചേട്ടൻ. ഇവർക്ക് എന്താ ലൈഫിന് കുഴപ്പം? ഇവരുടെ ലൈഫ് നല്ല ലൈഫ്. നല്ല ആ ഫോട്ടോ ചിന്ന് കഴിച്ചോണ്ടിരുന്നുണ്ടോ? അയ്യപ്പൻ്റെ കട. അമ്പലത്തിനോട് ചേർന്ന് അയ്യപ്പൻ്റെ കൊല്ലങ്കോട് വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇതാ നമ്മുടെ പണ്ടത്തെ കുഴൽക്കിണർ. ടൗൺ കാണാൻ പോണം. ഷാപ്പ് ഇഷ്ടം പോലെ അല്ല ഇവിടെ. പക്ഷെ രാവിലെ പറഞ്ഞപ്പോ അപ്പൊ ആള് പറഞ്ഞ പോലെ നല്ല മീങ്കര ഡാമും പിന്നെ വേറെ ഡാമുണ്ട്. പക്ഷെ മീങ്കര ഡാമിൽ വെള്ളം നിറഞ്ഞങ്ങനെ നിക്കാന്ന് പൊട്ടിക്കഴിഞ്ഞ് താഴ്ത്തും. വളവന് വെക്കണ ബോളാട്ടി ആ മുമ്പില് ചോറിന്റെ ട്രെയിനിങ്ങാൻ പറ്റില്ല. 3 പ്രാവശ്യം ചോറുണ്ട്. സാമ്പാർ കൂട്ടി പണങ്ങുന്നില്ല. ആര്? ഓ തീർന്നപ്പത്താ തീർന്ന്. മുതലമടയിൽ ഇറങ്ങിയേ? ഇവിടെ പുലിയൊന്നുമില്ല. അതെ പറഞ്ഞ അപ്സനോട് പറഞ്ഞേക്കണ പുലിയില്ല. ഞങ്ങള് മുതലമടം റെയിൽവേ സ്റ്റേഷൻ തപ്പി പോകുന്നതാണ്. ഓഫ് റോഡ് ഡ്രൈവിംഗ് ആയിപ്പോ. ഗൂഗിൾ ആദ്യം കൊണ്ടുപോയി പറ്റിച്ചു. പിന്നെ ഗൂഗിൾ ഓഫ് ചെയ്ത് ചോദിച്ചപ്പോ ഇങ്ങനെ കാടിന്റെ നടുവിലൂടെ ഞങ്ങൾ പോകുന്നുണ്ട്. ഏത് വഴിയാ പോണേന്നൊക്കെ ഏതൊക്കെയോ വഴിയിലൂടെ പോകുന്നുണ്ട്. മുതലമട അവിടെ കാണുന്നുണ്ട്. മുതലമട എഴുതി വെച്ചിട്ടുണ്ട്. വഴി അങ്ങോട്ട് കറങ്ങി വരണ്ടല്ല. ദൈവമേ, ഏതോ ഓഫ് റോഡ് കാടിലൂടെയാണ് ഞങ്ങൾ ആനെ കൂടി വന്ന തീർന്നപ്പോ ആനകളെ വന്നാ പിന്നെ പൂർത്തിയായി. അത് വഴിയൊന്നുമില്ല. അത് വഴിയല്ല. അത് പാലം. പാളം എന്തിട്ട് പാളാണ് പാളം. പാളന്റെ അമ്മായി അത്. അല്ല അത് കൂടെ ചെറിയ വഴി പോണ്ട്. അത് കൂടെ കാറ് പോലല്ലോ. ഓഫ് റോഡ് കാശ് പോലല്ലേ ഇപ്പൊ. അപ്പൊ ഇറങ്ങിയ കെട്ടിറങ്ങിയ എങ്ങോട്ട് പോണയോ? മാള് ബാക്കിലേക്ക് ഇരിക്കണം. മാള് പതുക്കെ ചുമ്മാ ഒരു ആനയുടെ സ്റ്റാച്ചു വെച്ചാൽ നേരോടെത്തി. ആ എത്തിപ്പോ ചില സമയത്ത് ഭയങ്കര ഓഫ് റോഡ് വരെ കൊണ്ടുപോയി. ഞാൻ തന്നെ പേടിച്ചിട്ടിരിക്കുന്നു. അപ്പേ അപ്പ അല്ല കുറച്ചു അപ്പ ഇത് കാണിച്ചു, പാടം കാണിച്ചു. പിന്നെ അതെനിക്കറിയാം. ഇത്രയും ഓടിച്ച ആൾക്ക് ലെഫ്റ്റ് എനിക്കറിയില്ല. അമ്മായിയെ ആനയെ കണ്ടില്ല. ടെലിവിഷൻ ജീവിതത്തിൽ
അങ്ങനെ ഞങ്ങൾ വന്നേക്കുന്നത് മുതലമഠം റെയിൽവേ സ്റ്റേഷൻ. ഏതൊക്കെയോ സിനിമയിൽ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഒറ്റയാലിൻ്റെ കീഴിലുള്ളതെന്നൊക്കെ പറഞ്ഞ് അയ്യോട്ടെ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകാൻ. ഞങ്ങളുടെ വരവ് ഭയങ്കരമായിരുന്നു, ഓഫ് റോഡായിരുന്നു. എൻ്റെ അമ്മോ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ മുതലമഠം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മുതലമഠം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് അജിടം പറഞ്ഞ കേട്ടാ ആൽമരവും ആൽമരത്തിന്റെ വള്ളി നോക്കി അപ്പുറത്തേക്ക് കിടക്കാൻ അതില് മുതലമഠം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിപ്പോയി. ഫൈനലി ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് എത്തിയില്ലേ. ഗൂഗിളില്ല. ഈ ആൽമരം കണ്ടു നോക്കുമാളു. ആൽമരം അല്ലേ ഇത്? അല്ലേ? എന്താ അതിന്റെ എന്തോ അതിന്റെ വേര് കണ്ടോ? വേരും അങ്ങനെ ഒരു 3-4 മരം ഉണ്ട് അവിടെ. ഞങ്ങളുടെ യാത്ര ചുമ്മാ ഞങ്ങളിങ്ങനെ പാലക്കാട് ഗ്രാമഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യങ്ങളൊന്നുമില്ല. കൊല്ലങ്കോട് വന്നു, മലകൾ, പാടങ്ങൾ എല്ലാം കണ്ടിങ്ങനെ നടക്കണം. മുതലമഠ സ്റ്റേഷൻ. എത്ര പോലെ പറ്റുന്നറിയോ? 2465. മോളിൽ നിന്ന് അതിന്റെ വേരുകൾ കളിക്കാൻ വേണ്ടി വന്ന് കിടന്നാ അന്യായ കളിയായിരിക്കും ഇവിടെ ഇറക്കുമൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ മീൻകര ഡാമോ, മീൻകര ഡാം കാണാൻ പോകണം. മീൻകര ഡാം ഫുള്ള് ഓഫ് റോഡാണ്. എന്താ പറഞ്ഞ ഓഫ് റോഡ് കാറിട്ട് റോഡാണ്. റോഡിനാണെങ്കിൽ പാറ വരുന്നുണ്ട്. പാറ വരുന്നുണ്ട്. റോഡിന്റെ ഇടയ്ക്ക് അവിടെ പാറ ശരിക്കും ഓഫ് റോഡിന്റെ പ്രതീതിയാണ്. എന്തിനും മുതലമടയില് എന്തോ ആണോ? വേറെ വഴി ഉണ്ടാവുമായിരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചുമ്മാ പാലക്കാട് ഇടവഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഗൂഗിള് പറഞ്ഞിരിക്കണ് 12 മിനിറ്റ്. അത് ഭയങ്കര ഡാമിലേക്കല്ല. വഴി കാണിക്കണ്ടേ? ആ പറമ്പുണ്ട്. അതാണ് പൊന്നാനി അപ്പാപ്പന്റെ വീട്. പാലക്കാട് ഇങ്ങോട്ട് കൊണ്ടുവച്ചാ പാലക്കാട് പൊന്നാനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവച്ചു. ഡാമാണ് കിടക്കുന്നത്. ഡാം കണ്ടത് അവിടെ 1 കിലോമീറ്റർ മെയിൻ റോഡ് അല്ല, മീൻകര ഡാം തന്നെ. അത് കാര്യമില്ല, അതും കടന്നില്ല കാണിക്കാ. അല്ല, പറ്റില്ല. നമ്മളിപ്പോ തിരിച്ചു വരും. എവിടെയൊക്കെ തമിഴ് എഴുതി വെക്കുന്നുണ്ട് എല്ലായിടത്തും. മിക്സ് ആയി തമിഴ് ബോർഡറായി. കേക്കട്ട് പറ. തിന്നാനും കൊടുക്കാനില്ല പീഡിച്ച നല്ല നടപ്പാനം അപ്പന്റെ കയ്യോ പീഡിച്ച നാടക്കള നേരം ആയോ. അങ്ങനെ നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് മീൻകര ഡാമിലെത്തി. ഇതാണ് മീൻകര ഡാം കേട്ടോ, പാലക്കാട്. നമ്മുടെ മീൻകര ഡാം തമിഴ്നാടിൻ്റെ അതിർത്തിയായിട്ട് വരുന്നതാണ്. തമിഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ടേ. നല്ല
കാറ്റുണ്ട് കേട്ടോ അവിടെ, നല്ല രസമുണ്ട്. ഇത് നമ്മുടെ ഭാരതപ്പുഴയുടെ കൈവഴിയായിട്ട് വരുന്ന ഗായത്രിപ്പുഴയുടെ വരുന്നൊരു ഡാമാണ്. മുതലമട ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ കൊല്ലങ്കോട്ടിനടുത്ത് വരുന്നതാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടല്ലോ ഡാമിൽ. ഇതാണ് നമ്മുടെ തെന്മലയോരം ഹോം സ്റ്റേ ട്ടാ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വലിയ മലയാണ്. ചുറ്റോടും അല്ല, ഒരു സൈഡ് നല്ല വെള്ളം വരുന്ന ഇതിങ്ങനെ പാറപ്പുറം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ദൂരെ ഒരു വീടുണ്ട്. ആണോ? നോക്കാം. അതിവിടെ ഇവര് വളർത്തണ കുട്ടാ, അവർക്കൊന്നും ചെയ്യില്ല. ഇതിന്റെ മുകളിലുണ്ട് 2 റൂം, താഴെ ഒരു വലിയ ഹോള്, അതിലൊരു 3 ബെഡ് ഇട്ടിട്ട് ഇതാക്കി തന്നേക്കുന്നു. നമുക്കിവിടെ ചായ ഉണ്ടാക്കാനും എല്ലാ അടുക്കളയിലെല്ലാം സൗകര്യങ്ങളുണ്ട്. കുഞ്ഞ് ഫ്രിഡ്ജ് ഉണ്ട്. അവളാണ് ചായ ഉണ്ടാക്കുന്നത്. മുകളിൽ റൂം എടുത്തില്ല, പക്ഷേ മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് താഴെ തന്നെ റൂം എടുത്തു. ഞങ്ങൾ താഴെ മുകളിലോട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഡബിൾ കോട്ടുണ്ട്, അവിടെ വലിയ ഡബിൾ കോട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നുണ്ട് വലിയ ഹോളാണ് താഴത്തെ. റൂംസ് മുകളിൽ ഹോള് താഴെയായിട്ട് അങ്ങനെ കൊടുക്കണം. പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, നല്ല ടോയ്ലറ്റ് ഉണ്ട്. നല്ല സൗകര്യമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്കേ, ഇപ്പോൾ പ്രായമായവരെ മുകളിൽ ഒറ്റയ്ക്ക് ആക്കണ്ടെന്നുള്ളവർക്ക് ഇത് നല്ലൊരു സൗകര്യമാണ്. നമുക്കിതിന് AC ഉണ്ട് ഇവിടെ. ബാത്റൂമിലാണെങ്കിൽ ഹീറ്റർ ഉണ്ട്, ചൂടുവെള്ളം വരുന്നുണ്ട്. എന്താ കൂട്ടാ? അത് ലൈറ്റ് ഉണ്ട്. ഇതിന് ലൈറ്റ് അല്ലാതെ ഇങ്ങനെ ഒരു ഇത് വെച്ചേക്കുന്നല്ലേ. 3 വലിയ കട്ടിലുണ്ട്. അപ്പോൾ 6 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഞങ്ങൾ 6 വേണ്ട, താഴെ വീഴും. പിന്നെ കിച്ചണിൽ നല്ല സൗകര്യമുണ്ട്. ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട്, പിന്നെ സ്റ്റൗ ഉണ്ട്, ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. എക്സ്ട്രാ ഒരു ബെഡ് ഇവിടെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടൊന്ന് ചെയ്യണമെങ്കിൽ വെക്കണമെങ്കിൽ ഉണ്ട്. വാഷ് ബേസിനുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്. ഞാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. മുകളിലെ ബെഡ്റൂം ഞാൻ വീഡിയോ എടുത്തില്ല, അത് ആദ്യമായിട്ടും ജസ്റ്റ് ആദ്യം വന്നപ്പോൾ ഒന്ന് പോയി കണ്ടായിരുന്നു. അത് 2 സെപ്പറേറ്റ് ബെഡ്റൂം വിത്ത് ടോയ്ലറ്റാണ്. അപ്പോൾ ഇവിടെ കൊല്ലങ്കോട്ട് വരുന്നവർക്ക് നല്ലൊരു ഹോം സ്റ്റേ ആയിരിക്കും തെന്മലയോരം. ഇവിടെ അതിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. തെന്മലയോരം ഇൻവെർട്ടർ സ്വിച്ചും ഉണ്ട്. ഇനി എങ്ങാനും പവർ കട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഫിൽറ്ററിന്റെ മുകളിൽ ഫിൽറ്റർ ചെയ്യണം. നല്ല
AC റൂംസാണ്, നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ. ഇതാണ് അതിൻ്റെ ഓണർ. പിന്നെ വേറൊരു ചേട്ടനുണ്ട്, കെയർ ടേക്കർ. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നല്ല വലിയ കാർ പാർക്കിംഗ് ഉണ്ട്. ഇനി രാവിലത്തെ വ്യൂ ഒന്ന് കാണണം. അത് വലിയൊരു മലയാണ് അവിടെ. രാവിലത്തെ അതിൻ്റെ വ്യൂ ഒന്ന് എടുക്കണം. പുറത്ത് നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് പ്രത്യേകം സ്പേസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഡിന്നർ നൂൽ പൊറോട്ടയും എന്തായിരുന്നു കറി, എന്തായിരുന്നു? ബീഫ് കടായി ചിക്കനും നൂലപ്പം പോലെ ഉണ്ടല്ലേ വേണോ? ബീഫ്, പിന്നെ വേറെ എന്തായിരുന്നു? കടായി ചിക്കനാ, കടായി ബീഫോ? കടായി ബീഫോ. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു മേശ പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. ഇതിന് ചുറ്റും ഇരുന്ന് അതെ ഒരല് കിടക്കണതേ ഇങ്ങോട്ട് ഇതല്ല, ഒരലല്ല ഒരു എന്തായത് കീട ഇതുപോലെ. നല്ല രസമല്ല അതിന്റെ ഷേപ്പ് കാണാതിരിക്കാൻ. ഇത് നോക്കിയത് എന്താ, കീയോ അല്ല, ഇത് കല്ല്. നാളെ നോക്കണം ആദ്യം പുറത്തിരുന്ന് കഴിക്കണം. കൊതുകിലാണ്ട് നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. കള്ളിട് നല്ല കിട്ടുക നമുക്ക് രാവിലെ. ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കും. ബ്രാംസ്റ്റോക്കറല്ല, നിങ്ങൾ അവിടെ ലൈറ്റ് കാണണ്ട. ചെപ്പി വന്നാൽ ചേട്ടൻ പറഞ്ഞതാ. കേക്കടാ ഡ്രാക്കുളയുടെ കഥ കേക്കടാ. ലൈറ്റ് കാണണ്ട, 2 ലൈറ്റ് കാണണ്ട. അങ്ങോട്ട് നോക്ക്, അവിടെ നോക്കടാ. വീട്ടില് അപ്പൊ ഞാൻ അന്ന് ആ സ്ഥലം ഞാൻ മേടിച്ചിട്ടില്ല, വീടും മേടിച്ചിട്ടില്ല. അപ്പൊ ആ വീട്ടിൽ താമസിച്ച് ടീച്ചർ താമസിക്കുമ്പോ ടീച്ചറുണ്ട്, ടീച്ചർക്ക് ചെറിയ മക്കളുണ്ട്, ഭർത്താവ് ഫോറിൻ അങ്ങനെ തോന്നും. അങ്ങനെ അവര് താമസിക്കുമ്പോ ഭർത്താവ് മരിച്ചു പോയില്ലേ, ഭർത്താവ് മരിച്ചു പോയി. അപ്പൊ ടീച്ചറും 3 ചെറിയ കുട്ടികളും താമസിക്കുക. വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ വീട്ടില് 4 കെട്ടുള്ള വലിയ വീട്. എന്റെ മാതൂ ടീച്ചർ പറയാ മൂൺ വന്നേക്കണത് ഫുൾ മൂണാണെന്ന്. ഫുൾ മൂണാണ്. പൂർണ്ണചന്ദ്രൻ. അമ്മ ചെറിയായിട്ട് താഴെ കിടക്കണമെന്ന് തോന്നുന്നു. ഞങ്ങൾ കിടക്കുന്നത് തട്ടിന്റെ മുകളിലാണ്. എനിക്ക് 4 പെങ്ങന്മാര്. ഒന്ന് വലിയ ആന്റി, ഒന്ന് ചെറിയ ആന്റി മരിച്ചു പോയത്, ഒന്ന് ബേബി ആന്റി, ഒന്ന് ജെസ്സി ആന്റി. 4 പേര് ഒരു ആന്റി ഒരു പെങ്ങൾ പോയി. ഞാനും അമ്മയും ഒക്കെ താഴത്തെ, അമ്മയും പെങ്ങന്മാരൊക്കെ എന്റെ ചേച്ചിമാരൊക്കെ താഴെ കിടക്കുക. ഞാനും ചേട്ടനും മാത്രമാണ് വീടിന്റെ കോണി കയറിയിട്ട് വീട്ടിന്റെ മുകളിൽ വന്ന് കിടന്നത്. റൂമില് എന്താ പറയാ, സ്റ്റേർക്കേസ് ലാഡർ ഉണ്ടായില്ലേ? റൂഫിന്റെ, അതെ റൂഫിന്റെ ഇവിടെ പെർമനന്റ് ആണോ? മരം കൊണ്ടുള്ളതാണ് ശരിക്കും ലാഡർ. ആ മരത്തിന്റെ മുകളിൽ കൂടെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് മുകളിലേക്ക് കിടക്കാൻ. അങ്ങനെ കിടന്നു തുടങ്ങുന്ന നേരത്താണ് ഈ ശബ്ദം ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ചേട്ടന് താഴേക്ക് നിൽക്കുമ്പോ തൊട്ടടുത്ത് താഴെ ഒരു കുളം കാണാം. ഒരു കുളം കാണാം. ആ കുളത്തിന്റെ വലിയ കുളമാണ്. ആ കുളത്തിന്റെ സമയത്ത് വെച്ചിട്ടുണ്ടാ രാത്രി 12 മണി ചൂടക്കുളത്ത്. ആ ചൂടക്കുളത്തിന് ഞാനും ചേട്ടനും കൂടി സ്വീകരിച്ചിട്ട് നല്ല മഴയുണ്ടായിരുന്നു, മിന്നിലുണ്ടായിരുന്നു കേട്ടോ. ആ മിന്നിന്റെ സമയത്ത് ഞാനും ചേട്ടന് പുറത്തേക്ക് നോക്കുകയാണ്. ഞാൻ ചേട്ടന് പുറത്തേക്ക് നോക്കിയിട്ട് എല്ലാ കാണാൻ അറിയുമോ പറയാൻ പോയി. ഒരു കറുത്തൊരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാണ്. ആ മനുഷ്യനൊരു കൊച്ചു കുട്ടീനെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്നല്ലോ. അങ്ങനെയുള്ള കുളത്തിലെ ആ കുട്ടീനെ ഇവിടെ വലിച്ചെറിഞ്ഞ് ഒറ്റ പോക്കാൻ പോയി.
മഴയുണ്ട് ബെല്ലുണ്ട് ഇടിമുട്ടുണ്ട് ഇല്ല